ശ്രീജിത്ത് പണിക്കർ എന്ന നിരീക്ഷകൻ പുള്ളി വീട്ടിലെങ്ങനെയാണ്? പുള്ളിക്കൊരു സ്വകാര്യ ജീവിതം ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ തീർച്ചയായിട്ടും ഈ വീട്ടിലെങ്ങനെയാണ് പുള്ളിക്കാരൻ? വളരെ ലവബിൾ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ്, ലവബിൾ ആയിട്ടുള്ള ഒരു ഫാദർ, എങ്ങനെയൊക്കെയാണ് പുള്ളി? അത് വീട്ടുകാരോട് തന്നെ ചോദിക്കുന്നതാണ് നല്ലത്. കാരണം അയ്യോ, നമുക്കറിയാൻ പറ്റുമല്ലോ. അങ്ങനെയൊന്നും അറിയണമെന്നില്ല. അപ്പൊ നമ്മള് ഞാൻ വളരെ ഉത്തമനായ ഭർത്താവും ഉത്തമനായ പിതാവും ഉത്തമനായ മകനും ഒക്കെയാണ് എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് തള്ളാം. പക്ഷെ അത് പറയേണ്ടത് ഞാനല്ല, അതെന്റെ വീട്ടുകാരാണ്. അപ്പൊ ധനുഷിന് ഒരു അവസരം കിട്ടുന്ന സമയത്ത് വീട്ടുകാരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം. പക്ഷേ ഒരു മകൻ എന്ന രീതിയിൽ, ഒരു സഹോദരൻ എന്ന രീതിയിൽ, ഒരു അച്ഛൻ എന്ന രീതിയിൽ, ഒരു ഭർത്താവ് എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പ്രണയ വിവാഹമായിരുന്നല്ലോ. അതെ. എങ്ങനെയായിരുന്നു പ്രണയ ജീവിതം? ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരുന്നു? ഭയങ്കര ടോക്സിക്. ഒന്നുമില്ല, വളരെ ഡൾ ഡ്രൈ സംഭവം. വെച്ചാൽ അതൊരു നമ്മളൊരു രഹസ്യമാണോ ശ്രീജിത്ത് പണിക്കർ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്ര ഈ ഒരു പ്രണയത്തിൽ എന്താണ് ഇത്രയ്ക്ക് ഡള്ളും ഡ്രൈയും? എനിക്കൊന്നും മനസ്സിലാവില്ല. അതോ അങ്ങനെയൊന്നുമല്ല. ഞാൻ പറയാൻ കാര്യം നമ്മൾ ഈ അന്ന് ടിക്ടോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അല്ല, നമ്മൾ ബേസിക്കലി ഒരു പ്രണയ വിവാഹം എന്നൊക്കെ പറയുന്നത് എന്താ ചിന്തിക്കുക, നമ്മൾ ഈ സിനിമകളൊക്കെ കണ്ടിട്ട് ആ സിനിമകളിലുള്ളത് പോലത്തെ ഒരു മരം ചുറ്റി പ്രേമം, മറ്റേത് മറിച്ചത്, രണ്ട് വീടുകളും തമ്മിലൊരു അടി. പക്ഷെ പൈങ്കിളിയാണല്ലോ. അങ്ങനെയാണ്. താങ്കളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല? അതിൽ ദുഃഖമുണ്ട്. അല്ല, അങ്ങനെ പൈങ്കിളിയൊന്നും അല്ല ചിലപ്പോൾ പ്രണയം. ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ മധുരനൊമ്പരക്കാറ്റാണ് മേഘമല്ല, പൈങ്കിളിയൊന്നും ഇല്ലല്ലോ. അതൊക്കെ ഒരു മെച്ചുവർ ഒരു സംഭവം. അതുപോലത്തെ മെച്ചുവർ എന്ന് വെച്ചാൽ നമ്മുടെ പ്രേമലു പ്രായത്തിലുള്ള ഇതൊന്നും അല്ലല്ലോ. അല്ല, ബേസിക് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ഞങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നിച്ച് പഠിച്ചതാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയം അറിയാമല്ലോ, ഒരു കോളേജിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി ഒരു നോർമൽ പ്രേമം എന്ന രീതിയിലൊന്നും അല്ല. നമുക്ക് ജീവിതത്തിനെ പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ജീവിതം എങ്ങനെയാണ് രണ്ടുപേർക്കും ഉണ്ടായിട്ടുള്ള അതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് അതൊരു റൈറ്റ് ചോയ്സ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംഭവം. അങ്ങനെയുണ്ട്. പ്രണയം ആദ്യം പറയുന്നു ഞാൻ. അപ്പൊ അവിടെ നിന്നുള്ള റെസ്പോൺസ് ഉണ്ടായിരുന്നു? പോസിറ്റീവായിട്ട് റെസ്പോൺസ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, ഓക്കെ ഇനി നമുക്ക് കല്യാണം കഴിച്ചുള്ള. അതെ, വീട്ടുകാരറിഞ്ഞപ്പോ പ്രശ്നമൊന്നുമില്ല. വീട്ടുകാർക്കും പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ ഇതിന്റെയൊക്കെ പ്രശ്നം വെച്ചാൽ നമ്മളൊക്കെ ഇങ്ങനെ ഒളിപ്പിച്ചൊക്കെ വെക്കുന്നിടത്തൊക്കെയാണല്ലോ ഈ സംഭവം. ഞാൻ പറയുന്നത് ധനുഷ് ഒരുപാട് തെലുങ്ക് സിനിമകൾ കാണുന്നതുകൊണ്ടുള്ള സത്യം പറഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോ നമ്മള് സിമ്പിൾ ആയിട്ടുള്ള കാര്യം. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ പ്രായം എന്ന് പറയുന്നത് അത്ര ഒരു കുട്ടി പ്രായമൊന്നും അല്ല. ഹൈസ്കൂളിൽ പഠിക്കുന്നതല്ല, പ്രീ ഡിഗ്രി അല്ല, അങ്ങനത്തെ സമയമൊന്നുമല്ല. അപ്പൊ നമുക്ക് ജീവിതം എന്താണ് എന്നുള്ളതും നമ്മുടെ ഭാവി എന്തായിരിക്കണം, എനിക്ക് ഏത് ട്രാക്കിൽ പോകണം, എന്റെ ജീവിതം എങ്ങനെയായിരിക്കണം, എന്ത് കരിയർ ഓപ്ഷൻസ് ആണ് എനിക്കുള്ളത്, ഇതിനെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിലുണ്ടാകുന്ന പല പല ലൈഫ് ചോയ്സസിൽ ഒരു ചോയ്സ് എന്ന രീതിയിൽ മാത്രം അതിനെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന നിറങ്ങൾ ചാലിച്ച സംഭവങ്ങളൊന്നും ഇല്ല. അപ്പുറത്ത് നിൽക്കുന്ന ആളും അതുപോലെ കാണണം. അങ്ങനെ ഒരാളെ കിട്ടുന്ന ഒരു ഭാഗ്യം. അങ്ങനെ ഒരാളെ തന്നെയാണ് കിട്ടിയത്. അങ്ങനെ ഒരാളെ അല്ലായിരുന്നുവെങ്കിൽ ചിലപ്പോൾ നമ്മള് അല്ലെങ്കിൽ നമുക്ക് ഇത് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ലൈഫ് ചോയ്സ് ആണ്. പ്രണയം എന്ന രീതിയിലത്തെ ഒരു ഫീൽ ഒന്നും അല്ല. ഇതൊരു ലൈഫ് ചോയ്സ് ആണ്. അപ്പൊ ആ ഒരു ചോയ്സ് നമ്മളൊരു റൈറ്റ് ചോയ്സ് ഇതാണ് എന്ന് തോന്നുന്ന സമയത്ത് അത് ആണെന്ന് തന്നെ അപ്പുറത്തും തോന്നുന്നു എന്ന് ഉറപ്പുള്ളപ്പോഴാണല്ലോ നമ്മൾ എത്ര കൊല്ലം പ്രണയിച്ചു. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് വരെയാണ് എങ്കിൽ ഒരു 3-4 കൊല്ലം പ്രണയിച്ചു. പ്രണയിക്കുമ്പോൾ ഈ ജോലി പ്രശ്നങ്ങള്, വീട്ടുകാര്, അത് യാതൊരുവിധ കുഴപ്പമില്ല. വളരെ സ്മൂത്ത് ആയിട്ട് നേരെ പോയി കല്യാണത്തിൽ കലാശിച്ച ഒരു പ്രണയം. ഒരു ടോക്സിക് റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരു നല്ല കാമുകനായി. അത് ഡിപ്പെൻസ്, നിങ്ങളുടെ ഡെഫിനിഷനിലുള്ള ആളെന്താ എങ്ങനെയാണെന്നുള്ളതനുസരിച്ചിരിക്കും. പറയാൻ പറ്റില്ല. അത് അല്ലെങ്കിൽ ചേട്ടന്റെ ഭാര്യയോട് ചോദിക്കണം, ഞാനൊരു നല്ല കാമുകനായിരുന്നു. അങ്ങനെ ചോദിക്കേണ്ടി വരും. അതല്ലാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അതായത് നമ്മൾ ഈ സിനിമകളിൽ കാണുന്ന ടൈപ്പ് സാധനമൊന്നും ഇല്ല. നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും സാധനം പല ആൾക്കാരും പറയുന്നത് എങ്ങനെ അറിയോ, ഈ പ്രണയത്തിൽ കുറച്ച് പൈങ്കിളിയുണ്ട്, കുറച്ച് ക്രിഞ്ചുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുക. കുട്ടിയേട്ടന്റെ ഒരു ഫോട്ടോ തരുമോ? എന്റെ പേഴ്സണൽ വയ്ക്കാൻ. അല്ല, അത് വേണമെങ്കിൽ തരാം. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലെ പല റിലേഷൻഷിപ്പും അല്ലല്ലോ, ഒരു നമ്മുടെ നാട്ടുകാര് നമ്മുടെ പിള്ളേര് കണ്ട് പഠിക്കേണ്ട ഒരു ജീവിതമാണ് ഈ ശ്രീജിത്ത് പണിക്കറിന്റെ പ്രണയം എന്ന് പറയുന്നത്. ഈ കാലത്ത് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? അല്ല, ഞാൻ ബേസിക്കലി ഉള്ള സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ റിലേഷൻഷിപ്സ് പലതും ടോക്സിക് ആണ്. അതിന്റെ കാര്യം ഒരാൾ മറ്റൊരാളിന് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് പലപ്പോഴും നടക്കുന്നത്. അല്ലാതെ രണ്ടുപേർക്കും സ്വാതന്ത്ര്യം ഇല്ല. ഒരാൾ മറ്റൊരാളിന് കൊടുത്തെങ്കിലേ സ്വാതന്ത്ര്യമുള്ളൂ എന്ന രീതിയിലുള്ള പ്രശ്നമുണ്ട്. പിന്നെ ഒരാളിനെ ഇല്ലാതെയാക്കുക, ബെറ്റർ ലൈഫ് ചോയ്സസ് വരുന്ന സമയത്ത് അതിൽ പോവുക. അതാ ഞാൻ പറഞ്ഞത്, ലൈഫ് ചോയ്സ് എന്ന് പറയുന്ന സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും റിലേഷൻഷിപ്പ് ടോക്സിക് ആകുന്നത് അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ തന്നെ ഈ കോളേജ് കാലത്തൊക്കെ തന്നെ കാണുന്ന കുറേയധികം പ്രണയങ്ങളുണ്ട്. ഈ പ്രണയങ്ങളൊന്നും പലതും വിവാഹത്തിൽ കലാശിക്കാറില്ല.
വിവാഹത്തിൽ കലാശിച്ച പല കാര്യങ്ങളും പിന്നീട് അധികകാലം മുന്നോട്ട് പോയിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു ഒരു ഡിസിഷൻ എടുക്കുന്നു. 3 കൊല്ലം കാത്തിരുന്നു വിവാഹത്തിന് വേണ്ടിയിട്ട്. കത്തടപാടുകളൊന്നുമില്ല, കരചുറ്റി പ്രണയമില്ല, ജസ്റ്റ് ഫോൺ മാത്രമായിരുന്നു. 3 കൊല്ലം കാത്തിരുന്നു, പ്രണയത്തിൽ കലാശിച്ചു. ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലായിരുന്നു, അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു പ്രണയമായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ നാട്ടിലുള്ള നടക്കുന്ന ഈ പ്രണയത്തിന്റെ പേരിൽ നടക്കുന്ന ഈ അട്രോസിറ്റീസ്, അപ്പൊ ഈ സ്വന്തം ജീവിതമായിട്ടും തട്ടിച്ചു നോക്കുമ്പോൾ അതെങ്ങനെ വിലയിരുത്തും? അല്ല, അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റൈറ്റ് ചോയ്സ് ഒന്നും അല്ല പലപ്പോഴും ആൾക്കാർ എടുക്കുന്നത്. ഇതൊക്കെ ഒരു മൊമെന്ററി ഫീലാണ്. അത് ആ ഫീൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പലപ്പോഴും ഇതുണ്ടാകുന്നത്. ഇവിടെ ഗ്രീഷ്മ വിഷയം ഉണ്ടാകുന്നത് ഒരാളിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സംഭവമൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. ആസിഡ് അറ്റാക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ്. നമ്മൾ അതേപോലെ തന്നെ വീട്ടിൽ ചെന്ന് വെട്ടിക്കൊല്ലുന്നത് കാണുന്നുണ്ട്, പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത് കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം വളരെ വളരെ സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് മറ്റൊരാള് ആ ഒരു കോൺസെപ്റ്റിനെ പറ്റി ഒന്നും ഇവർക്ക് അറിയത്തില്ല. ഇപ്പം നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നതിനോ ഒരു റിലേഷൻഷിപ്പിൽ ആൾക്കാർ പൊസസീവ് ആകുന്നതോ ഒന്നും അല്ല പ്രശ്നം. നേരെ മറിച്ച് നമുക്ക് എന്താണ് വേണ്ടത് എന്നതിനെ പറ്റി നമുക്ക് തന്നെ ഒരു ധാരണയില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം, ഞാനിപ്പോൾ പൊസസീവ് ആണെന്ന് വെച്ചു. പൊസസീവ് ആകുന്ന ഒരാൾ എനിക്ക് തോന്നുന്നില്ല അയാൾ പൊസസീവ് ആണെന്ന് അയാൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മറ്റൊരാളിനായിരിക്കും ചിലപ്പോൾ തോന്നുന്നത് ഇവൻ ഓവർ പൊസസീവ് ആണ്. പൊസസീവ് ആകുന്ന ആളുടെ പ്രധാനമായിട്ടും എടാ നീ പൊസസീവ് ആണല്ലോ എന്ന് പറയുമ്പോൾ പുരുഷനാണെങ്കിൽ പറയുന്നത് അതെന്റെ കെയർ ആണ്. അതൊക്കെ ആയിരിക്കാം. അല്ല, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി നിങ്ങൾ പൊസസീവ് ആണ് എങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി അവെയർ ആവുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ചില ആൾക്കാരെന്ന് വെച്ചാൽ ലൈക്സ് ടു ബി പാമ്പേർഡ് എന്നൊക്കെ പറയുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ആളിൻ്റെ അടുത്ത് നിങ്ങൾ പൊസസീവ് ആണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവണമെന്നില്ല, അല്ലേ? ഞാൻ പൊസസീവ് ആണ്, അപ്പുറത്തിരിക്കുന്ന ആള് പൊസസീവ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എങ്കിൽ ഓക്കെയാണ്. അപ്പൊ ഞാൻ എന്താണ് എനിക്ക് എൻ്റെ ഒരു റിലേഷൻഷിപ്പിൽ എൻ്റെ താല്പര്യം, ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, അപ്പുറത്തു നിന്നുള്ള ആളിന് വേണ്ടത് തന്നെയാണോ എന്ന തീരുമാനങ്ങളുണ്ട്. ഇതെല്ലാം ലൈഫ് ചോയ്സസ്. പക്ഷെ നമ്മൾ പല പ്രണയങ്ങളിലൂടെ കടന്നു പോവുകയാണെന്ന് വെക്കുക, നമ്മൾ മെച്യൂർ ആവില്ലേ? ഇപ്പൊ ശ്രീജിത്ത് പണിക്കർ എന്ന് പറയുന്ന ആളുടെ ആദ്യത്തെ പ്രണയമായിരുന്നു, ഇതിന് ക്രഷുകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇതൊരു ഒറ്റ പ്രണയം തന്നെ പറയാം, കള്ളതൊന്നുമില്ല. സീരിയസ്ലി ക്രഷ് ഒന്നും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് പ്രണയം. ക്രഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ നാടോടിക്കാറ്റ് കാണുന്ന സമയത്ത് അയ്യോ ശോഭന കൊള്ളാമെന്നൊക്കെ വേണം തോന്നാം. അതിലൊന്നും കാര്യമൊന്നുമില്ലല്ലോ. അതല്ല ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മളൊരു ഒരു പ്രായത്തിൽ നമുക്കൊരു മെച്യൂർ ആയിട്ട് പ്രായത്തിന്റെ പ്രശ്നമാണെന്നാണ് ചേട്ടൻ പറയുന്നത്. അല്ല, ചില കാര്യങ്ങൾ പ്രായത്തിൻ്റെതാണ്, ചിലത് നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളൊരു സാധനമുണ്ട്. ആ സാധനത്തിനെ പറ്റി നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് അറിയുമോ? അതുകൊണ്ടാണ് ഈ പ്രശ്നം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഇഷ്ടമല്ല എങ്കിൽ ഇഷ്ടമല്ല എന്ന ആളിനോട് പറയാനുള്ള സ്വാതന്ത്ര്യം ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുണ്ടോ? അതാണ് ഏറ്റവും സിമ്പിൾ. പക്ഷെ ഇത് ഈ പറയുന്നത് പോലെ എളുപ്പമാണോ? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം ഇപ്പൊ അതെ പറയട്ടെ. ഇപ്പൊ ഒരു പെൺകുട്ടി താങ്കളെ പ്രണയിക്കുന്നു, നിങ്ങൾ വേർപിരിഞ്ഞു കഴിഞ്ഞ ശേഷം ഒരു അഡ്വൈസിനായിട്ട് ശ്രീചേട്ടൻ എൻ്റെ അടുത്ത് വരുന്നു, എടാ എനിക്ക് അവളെ മറക്കാൻ കഴിയുന്നില്ല, എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടോ? അപ്പൊ ഞാൻ പറയുകയാണ്, ഇത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്, അവളെ പറ്റി ചിന്തിക്കാതിരിക്കുക. അങ്ങനെ നമുക്ക് പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യും? ആ സ്വാതന്ത്ര്യം നമുക്ക് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും നമുക്കിത് ചിന്തിക്കാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമില്ലേ? അപ്പോഴല്ലേ ഇത് കൂടുതൽ ടോക്സിക് ആയിട്ട് മാറുന്നത്. ഈ പെട്രോൾ ഒഴിച്ച് കത്തിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും അത് സൈക്കോയാണ്. അപ്പൊ ഈ നടക്കുന്ന ഈ പല കാര്യങ്ങളിലും പല പ്രണയങ്ങളിലും നടക്കുന്ന ഒരാൾക്കുള്ളിൽ സൈക്കോ ഉണ്ട് എന്നാണ് ചേട്ടൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സകല പ്രണയങ്ങൾക്കുള്ളിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വിഷയം അവിടെ ഏതെങ്കിലും തരത്തിൽ നടക്കുന്നുണ്ടായിരിക്കും. ഇല്ല, അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടെ ഇത്തരം ഇൻസ്റ്റൻസസ് കുറവല്ലേ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആസിഡ് അറ്റാക്ക് ഉണ്ടായിരിക്കുന്നതോ വെട്ടിക്കൊല്ലുന്നതോ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതോ ഒക്കെ ഇവിടെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് എത്രയോ പ്രണയങ്ങൾ ഇവിടെ ഉണ്ടാകുന്നതിന്റെ ഒരു ചെറിയ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും അത് നടക്കുന്നത്. പെർസെൻറ്റേജ് ഒന്നും പറയാൻ പോലും പലപ്പോഴും ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. വളരെ നല്ല രീതിയിൽ സുഖകരമായി ബ്രേക്കപ്പ് ആയി പോകുന്ന എത്രയോ വിഷയങ്ങളുണ്ടാവും. കാരണം എല്ലായിടത്തും ആൾക്കാർ ഈ വെട്ടിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സൈക്കോ ആയിട്ടുള്ള ആൾക്കാർ, ചിലർക്ക് റിജക്ഷൻ എന്ന് പറയുന്നതിനെ താങ്ങാൻ കഴിയാത്ത ആൾക്കാരുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ ഈ
സിനിമകൾ കണ്ടിട്ടാണെങ്കിൽ പോലും പണ്ട് സിനിമകളിൽ ഉണ്ടായിരുന്ന വേണുനാഗവള്ളി എന്ന് പറയുന്നത് റിജക്ഷന്റെ ഉസ്താദ് അല്ലെ, റിജക്ഷൻ ഈക്വൽസ് വേണുനാഗവള്ളി എന്ന രീതിയിലത്തേക്ക് ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിന്റെ ഒരു പാർട്ടാണ്. അങ്ങനെ കോളേജ് ക്യാമ്പസുകളിൽ എത്രയോ വേണുനാഗവള്ളിമാർ ഉണ്ടായതുകൊണ്ടായിരിക്കും സിനിമകളിൽ അങ്ങനെ ക്യാരക്ടറുകൾ ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ ഇത് നമ്മളെ പറ്റി മനസ്സിലാക്കാത്തതുകൊണ്ട് പലപ്പോഴും ഒരു ഇൻഫാക്ച്വേഷന്റെ ഭാഗമായിട്ടൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുക, ആ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഇത് നിങ്ങൾ ഏത് പരിധി വരെ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബോധ്യവും ഉണ്ടാകാതിരിക്കുക. ടെമ്പററി ആയിട്ടുള്ള പല റിലേഷൻഷിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ അത് ടെമ്പററി ആയിരിക്കും, മറ്റേ ആൾ ചിലപ്പോൾ സീരിയസ് ആയിരിക്കും. ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനെപ്പറ്റി നിങ്ങൾക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്കത് പറയാൻ പോലും പറ്റില്ല. ഇപ്പം ഞാൻ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാണ്, എനിക്ക് ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടോ അല്ലെ? ഇത് നമ്മൾ തന്നെ അറിയേണ്ട കാര്യമാണ്. ഇതൊരു പെൺകുട്ടിക്കുണ്ടോ, ഇതൊരു ആൺകുട്ടിക്കുണ്ടോ? ഇല്ല. പല റിലേഷൻഷിപ്പിലും ഇല്ല. വിവാഹം കഴിച്ചതിന് ശേഷം പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ ഗാർഹിക പീഡനം ഉണ്ടാകുന്നത്. പക്ഷേ ഗാർഹിക പീഡനം കഴിഞ്ഞതിന് ശേഷവും ആൾക്കാർക്ക് വിട്ടുപോകാൻ കഴിയാത്തതും വീട്ടുകാരോട് പറയുന്ന സമയത്ത് അയ്യോ നാട്ടുകാരെന്ത് കരുതും ഇതൊരു പ്രശ്നമാണോ അതെ നമ്മുടെ മനസ്സിന്റെ പ്രശ്നമാണോ? അല്ല, ഞാൻ പറഞ്ഞത് ഇത് ആസ് എൻ ഇൻഡിവിജ്വൽ ആസ് എ ഫാമിലിക്ക് നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? ഇപ്പൊ ഞാൻ പറയാം, നമ്മുടെ നാട്ടിൽ ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള ഡെത്തുകൾ, ഡൊമസ്റ്റിക് വയലൻസ് എത്രയോ ഉണ്ടായിട്ടുണ്ട്. ഇതുണ്ടായതിനു ശേഷം നമ്മളിവിടെ പല പെൺകുട്ടികളുടെയും പേര് വെച്ചിട്ട് തന്നെ എത്രയോ ഇൻസിഡന്റുകൾ നമ്മൾ കണ്ടു. ആ ഇൻസിഡന്റുകളിൽ പലതിലും പല സമയത്തും ഈ വീട്ടിൽ ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയതിനു ശേഷം ഈ പെൺകുട്ടി ഒരു തവണയെങ്കിലും സ്വന്തം വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു സഹോദരനാവാം, നമ്മളൊരു അച്ഛനാവാം. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഒരു പോസ് എടുത്തിട്ട് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് എടുത്തിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഒരു വീട്ടിൽ അയച്ചിരിക്കുന്ന ഒരു കുട്ടി ഏത് സിറ്റുവേഷനിലായിരിക്കും അച്ഛാ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്? ഒന്നാമത്തെ തവണ ആയിരിക്കത്തില്ല, 2, 3, 4 കഴിഞ്ഞ സമയത്തായിരിക്കും ഈ തീരുമാനം എടുത്തിട്ട് പറയുന്നത്. ആ സമയത്ത് മോളെ നീ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിൽക്കുക എന്ന് പറയുന്ന മാതാപിതാക്കളാണ് ഇവിടുത്തെ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അവർ പറയണം മോളെ ഇത് നല്ലതല്ല നിന്റെ ഭാവിക്കുകയെങ്കിൽ നിയമപ്രകാരം നമുക്ക് ഡിവോഴ്സിന് പോകാം. അത് നിങ്ങൾ എന്തിനാ ഇതിൽ പേടിക്കുന്നത്? ഇപ്പൊ നമ്മൾ പല കാര്യത്തിലും ഈ യൂറോപ്യൻസിനെ കുറ്റം പറയും. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് വസ്ത്രം മാറുന്നത് പോലെ നല്ലതല്ലേ? നിങ്ങൾ ആജീവനാന്തം ഒരു പെരയ്ക്ക് താഴെ നിങ്ങളിങ്ങനെ സഹിച്ചുകൊണ്ട് നിങ്ങൾ എന്തിനാ ജീവിക്കുന്നത്? നിങ്ങൾ തമ്മിൽ മ്യൂച്വലി തീരുമാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ ബന്ധം വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് പോവും. അവിടെ ആരും ഈ പറഞ്ഞ പോലെ ആസിഡ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടോ, വെടിവെച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടോ? വളരെ വളരെ റയറല്ലേ അത്തരം ഇൻസിഡന്റുകൾ. അപ്പൊ അവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാൽ പറയുന്ന പോലെ ഒരു പൂ പറിക്കുന്നത് പോലെ നിസ്സാരമാണ്. ഞാൻ പറഞ്ഞത് അതേപോലത്തെ മെച്യൂരിറ്റിയിലേക്ക് നിങ്ങൾ വരാത്തതിന്റെ കാരണം അപ്പുറത്തെ വീട്ടിലെ ആന്റിന എന്ത് ചെയ്യുന്നു എന്നുള്ളത് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അയൽവക്കക്കാരെന്ന് പറയുന്ന CCTVകൾ ഇങ്ങോട്ടിരിക്കുകയാണ്, മോള് വീട്ടിൽ വന്ന് നിൽക്കുകയാണ് ഭർത്താവ് ഇല്ലാതെ. ഒരു ദിവസം വന്ന് നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ചോദിക്കും സാഹചര്യം. ഞാൻ പറഞ്ഞത് ഈ സാമൂഹിക സാഹചര്യം എന്ന് നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മൾ ഇതിന്റെ പാർട്ടാണ്. നേരെ മറിച്ച് നമ്മൾ തീരുമാനം എടുക്കണം അല്ലേ? അങ്ങനെ തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് പറ്റാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ ഇത് ഈ റിലേഷൻഷിപ്പിലുള്ള ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ മാത്രം പ്രശ്നമല്ല, വിവാഹം കഴിഞ്ഞിട്ടും ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതൊരു സൊസൈറ്റൽ ഇഷ്യൂ ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ശ്രീജിത്ത് പണിക്കരുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു പ്രണയത്തിൽ കൊണ്ടുപോയി വളരെ ഭംഗിയായിട്ട് വിവാഹം കഴിച്ച് വളരെ ഗംഭീരമായിട്ട് ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. എന്തായിരുന്നാലും ഒരു സെഗ്മെന്റ് തട്ടെ, ഒരു യെസ് ഓർ നോ സെഗ്മെന്റ്. ശരി, ഇതിൽ യെസ് അല്ലെങ്കിൽ നോ അത് മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. താങ്കൾ ഒരു സൂത്രശാലിയായ കുറുകനായതുകൊണ്ട് എക്സ്പ്ലനേഷൻ പറഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. സ്പെഷ്യൽ ഒക്കേഷൻ ഡേറ്റുകൾ മറന്നു പോകാറും. യെസ്. കള്ളം പറഞ്ഞ ഒടുവിൽ ഭാര്യയുടെ മുമ്പിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. നോ. സ്വാഭാവികം. ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവമുണ്ട്, പക്ഷേ അത് മാറ്റാനും തയ്യാറല്ല. യെസ്. അതേതാ സ്വഭാവം? അത് എക്സ്പ്ലനേഷൻ ഇല്ല. ഓക്കെ. ചർച്ചയിൽ കുറച്ചുകൂടി സോഫ്റ്റ് ആവാന്ന് ഭാര്യ പറഞ്ഞിട്ടുണ്ട്. നോ, പറഞ്ഞിട്ടില്ല. പച്ച കീച്ചു കൊള്ളാം. ഓക്കെ. ഇനി ഒരു സംഭവം തരാം. കുക്കിങ്ങിൽ ഭാര്യയെ സഹായിക്കാറുണ്ട്. നോ. ഇവിടെ ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ടല്ല, ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് എന്ന് പറയുന്നത് കാണുന്ന ഏതൊരാൾ പണ്ട് ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, അമ്മയ്ക്ക് കൈയൊടി പണ്ട് നാട്ടില് നമ്മളൊക്കെ കല്യാണം കഴിക്കുന്നതിനൊക്കെ മുമ്പാണ് അമ്മയ്ക്ക് കൈയൊടി.
കൈ ഒടിഞ്ഞ സമയത്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെയാണ്. അപ്പം ഞാൻ അന്ന് പാത്രം കഴുകുക എന്ന് പറയുന്ന ഏറ്റവും വൃത്തികെട്ട ജോലിയുണ്ടല്ലോ, ഈ വീട്ടമ്മമാരെ നമിക്കേണ്ടുന്ന ജോലിയാണ് പാത്രം കഴുകുക. ഭയങ്കര പേഷ്യൻസ് വേണം. അപ്പോൾ പാത്രം കഴുകാനുള്ള ജോലി ഞാൻ ഏറ്റെടുത്ത് ഞാനത് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇത് അടുക്കളയാണോ കുളിമുറിയാണോ കഴുകാനുള്ള ജോലിയാണോ ഏറ്റെടുത്തത്? അത് കഴിഞ്ഞാണോ അങ്ങനെയായത്? അങ്ങനെയായി മാറി. അത് കണ്ട അച്ഛൻ എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു കുഞ്ഞെ നീ ഒന്ന് ഇറങ്ങിത്തരുമോ, നീ ഇതിനകത്ത് കയറണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അത്ര മോശമായിട്ടുള്ളതാണ്. ഞാൻ സഹായിക്കാൻ വേണ്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ ദുരിതമായി മാറുക എന്നുള്ളതാണ്. അതുകൊണ്ട് കുക്കിങ്ങിൽ സഹായിക്കാറില്ല. കുക്കിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ചെയ്യാറുണ്ടോ? അതൊരു കുക്കിംഗ് കഴിക്കാറുണ്ടല്ലേ? അല്ല, ഈ കുക്കിംഗ് ഒന്നും അല്ല. ഇപ്പൊ ദോശ ഒന്ന് തിരിച്ചിടുക എന്ന് പറയുന്നതോ ഒരു ഓംലെറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നതോ ജ്യൂസ് അടിക്കുക എന്നൊക്കെ പറയുന്നത് കുക്കിംഗ് ആണെങ്കിൽ ഞാനൊരു നവലാണെന്ന് പറയും. പക്ഷെ അതിനപ്പുറത്തേക്കൊന്നും ഞാൻ ചെയ്യാറില്ല. ഓക്കെ. ദാമ്പത്യത്തിൽ സൗന്ദര്യ പിണക്കങ്ങൾ സ്വാഭാവികമാണ്. അങ്ങനെ പിണക്കം വരുമ്പോൾ ഭാര്യയുടെ മുമ്പിൽ കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ട്? അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒന്നുമില്ല, സ്വാഭാവികമായിട്ട് മാറും. അവിടെ ഒന്നും ഇങ്ങോട്ട് വരാറില്ല. നമ്മൾ സോറി പറയേണ്ട സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സോറി പറയും. സോറി പറയുന്നതിനകത്തൊന്നും ശരി ഒരു ബുദ്ധിമുട്ടുണ്ട്. ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാൾ സ്വാദ് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനാണ് എന്ന് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്. അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം അതിനവ തപ്പിയില്ലല്ലോ. ഇല്ല, എന്റെ വൈഫിന് കുക്കിംഗ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് അമ്മയുടെ ഒക്കെ കൂടെ ഒരു സ്റ്റെപ്പിനിയായിട്ടൊക്കെ നിന്നിട്ടാണ് ഇത് പഠിക്കുന്നത്. അങ്ങനെ പഠിച്ച് വന്നതുകൊണ്ട് അമ്മയും ഭാര്യയും ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഏകദേശം ഒരേ ടൈപ്പ് ഓഫ് പ്രിപ്പറേഷനാണ്. അപ്പൊ അതങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാകില്ല. പക്ഷെ എന്നാലും അമ്മയാണ് അതിനകത്തിൽ പ്രിൻസിപ്പൽ എന്നും ഇവര് അപ്രന്റീസ് ആണ് എന്ന രീതിയിലുള്ള ധാരണ അവർക്കുള്ളത് കൊണ്ട് അതിനകത്തൊരു അടിയും ബഹളവും ഉണ്ടാവാറുമില്ല. ഭാര്യയുടെ മുമ്പിൽ പാട്ട് പാടാറുണ്ട്? യെസ്, ഒരു പാട്ട് പാടിക്കും. ഭാര്യ വരട്ടെ, ഭാര്യ മുന്നിൽ വന്നിരിക്കട്ടെ. അല്ലാതെ പാടത്തില്ല. ഗായകനാണോ? ഞാനോ? ഇല്ലില്ല. ഞാൻ പണ്ട് പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ കവിതകളൊക്കെ ചൊല്ലും. കവിതകൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. പാട്ടൊന്നും പാടാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, സ്ത്രീകൾക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണ് എൻ്റെ. സ്ത്രീകൾക്ക് അത്യാവശ്യമൊന്നുമല്ല, സ്ത്രീകൾക്ക് ആരും സ്വാതന്ത്ര്യം കൊടുക്കേണ്ടെന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നും സ്ത്രീകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം എന്നും തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും. പിന്നെ ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയുടെ പല ഡിസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മ്യൂച്വൽ ഡിസിഷൻ ആയിരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, 2 സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർ, ഭാര്യ തിരുവനന്തപുരത്തും ഭർത്താവ് കാസർഗോഡുമാണെങ്കിൽ അങ്ങനെ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്ത് കാണിക്കാൻ? നിങ്ങൾ പൈസ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ഈവൻ അതർവൈസ് നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാമല്ലോ. അപ്പൊ കുടുംബം എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പൊ ഒരു കുടുംബം എന്ന് പറയുന്ന സെറ്റപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ അത് വിട്ടുവീഴ്ചയൊന്നുമല്ല, നേരെ മറിച്ച് കുടുംബം എന്ന സെറ്റപ്പ് നന്നായി കൊണ്ടുപോകണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലുള്ള ഡിസിഷൻസ് മ്യൂച്വൽ ആയിരിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോറിറ്റീസ് ഒക്കെ തീരുമാനിക്കാം. ഞാൻ ഇന്ന കാര്യങ്ങൾ, നീ ഇന്ന കാര്യങ്ങൾ എന്നൊക്കെ തന്നെ തീരുമാനിക്കാം. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മോളുടെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഡിസിഷൻസ് ഒന്നും തന്നെ എൻ്റെ ആയിരുന്നില്ല. അത് പൂർണ്ണമായിട്ടും വൈഫിൻ്റെ തീരുമാനമാണ്. കാരണം ഞങ്ങൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലാണ്. തിരുവനന്തപുരത്തുള്ള ഏതാണ്ട് എല്ലാ സ്കൂളിലെയും കുട്ടികൾ അവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വൈഫ് ചോദിച്ചു, മോളെ എവിടെ വിടും? ഞാൻ പറഞ്ഞു, പല സർക്കാർ സ്കൂളിൽ വിടും. സർക്കാർ സ്കൂളിൽ വിട്ടാൽ മതി. ഞാൻ സർക്കാർ സ്കൂളിലല്ലേ വിളിച്ചു, പിന്നെന്താ കുഴപ്പം? അപ്പൊ ഇന്ന് പഴയ പോലത്തെ സർക്കാർ സ്കൂളിൽ നിന്നുണ്ട്. ഞാൻ പറഞ്ഞത് നമുക്ക് തോന്നുന്നല്ലേ, അത് നോക്കാം, എന്നാ അഭിപ്രായം ഒന്നും പറയണ്ട, ഞാൻ നോക്കണം. ഞാൻ ശരി നോക്കും. അപ്പൊ അതുകൊണ്ട് അവളെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയുള്ള ആൾക്കാരുടെ അടുത്തെല്ലാം ഓരോ സ്കൂളുകളെ പറ്റി പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ ചോദിക്കുന്നു. അതൊക്കെ വെച്ചിട്ട് ഉള്ളൊരു ചാർട്ടൊക്കെ ഉണ്ടാക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എന്നിട്ട് ഫൈനലൈസ് ചെയ്തിരിക്കുന്ന സ്കൂളുകളൊക്കെ തന്നെ നോക്കി അതിൽ നിന്ന് രണ്ടിൻ്റെയും ക്വാളിറ്റി, എക്സ്ട്രാ കരിക്കുലർ കാര്യങ്ങളിൽ എത്ര, വർക്ക് ലോഡ് എത്ര, മറ്റേത് മറിച്ചത് എല്ലാം നോക്കിയതിനു ശേഷം അവൾ തീരുമാനിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു റെഡി. ശരി, എനിക്ക് ഒരെണ്ണം കൂടെ ചോദിക്കട്ടെ. ഭാര്യയിൽ ഇഷ്ടപ്പെട്ട 3 ക്വാളിറ്റീസ്. കൊള്ളാം എന്ന് തോന്നുന്ന, വേറെ ആരിലും ഈ ക്വാളിറ്റി ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല, എങ്കിലും ഇഷ്ടപ്പെട്ട ഒരു 3 ക്വാളിറ്റീസ് എന്താ? ഇഷ്ടപ്പെട്ട 3 ക്വാളിറ്റീസ് എല്ലാവർക്കും ഉള്ള ക്വാളിറ്റീസ് ഒക്കെ തന്നെ ആയിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭക്തി, ഈശ്വര ഭക്തി എന്ന് പറയുന്ന ഒരു കാര്യം വളരെ നല്ല കാര്യം. കാരണം അതൊരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ അതിന് നല്ല പ്രാധാന്യം നമ്മുടെ കൺവെൻഷനലി നമ്മൾ രണ്ടുപേരുടെയും ഫാമിലീസ് ഒക്കെ തന്നെ അങ്ങനെയാണ്. അപ്പോൾ അതിനകത്തിൽ ആ ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വളരെ നല്ല ക്വാളിറ്റിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഭാര്യയുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നത് എന്തും പറയും. അഭിപ്രായം ഉള്ളത് അഭിപ്രായം പറയേണ്ടത് അഭിപ്രായം പറയേണ്ടിടത്ത് പറയും. പറയാന്ന് വെച്ചാൽ ഇപ്പൊ എൻ്റെ അടുത്ത് തോന്നുകയാണെങ്കിൽ ഇപ്പൊ നല്ലതാണ് ചീത്തയാണ് തോന്നുന്ന സാധനം പറയും. അല്ലാതെ അതിനകത്തൊരു
അയ്യോ ഇത് പറഞ്ഞാൽ എങ്ങനെയാ അത് പറയണോ അങ്ങനെയൊന്നുമില്ല. അപ്പം നല്ല ക്രിട്ടിക്കാണ്, നല്ല നല്ല കാര്യങ്ങൾ ഇത് ശരിയല്ല അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് പറയും. അത് നല്ല കാര്യമാണ്. 3, വീട് ഭംഗിയായിട്ട് നോക്കും. എസ്പെഷ്യലി കുട്ടി, അവളുടെ കാര്യങ്ങൾ, അവളുടെ വിദ്യാഭ്യാസം, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് നോക്കും. കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ അനുകൂലിത പരിപാടികൾ പലതും എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് പല കാര്യങ്ങളിലും പുള്ളിക്കാരി അതിൻ്റെ ഒരു ഓണർഷിപ്പ് എടുത്തിട്ട് പുള്ളിക്കാരി തന്നെ സ്വന്തമായി ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭാര്യയ്ക്ക് ചേട്ടനിൽ ഇഷ്ടപ്പെടാത്ത 3 ക്വാളിറ്റീസ് അതൊക്കെ. ദേഷ്യമുണ്ടോ? അത് ശരി, ദേഷ്യക്കാരനാ. പിന്നെ ചർച്ചകളിലൊന്നും ദേഷ്യപ്പെടാറില്ല. ചർച്ചകളിലൊക്കെ വളരെ കൂളായിട്ട് പറയുന്ന ആള് സ്ത്രീകളോട് ദേഷ്യപ്പെടുന്ന എത്ര നല്ല സ്വഭാവമല്ല. ഭാര്യയ്ക്ക് നല്ല അത് സ്ത്രീ പുരുഷനും നോക്കിയിട്ടൊന്നുമില്ല. നിങ്ങൾ കുടുംബത്തിൽ ഇത് അമ്മ സ്ത്രീയാണ്, അപ്പൊ അമ്മയോട് ഇത് അങ്ങനെയൊന്നുമില്ല. ഞാനൊന്ന് പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ പോയി. കുടുംബത്തിൽ ദേഷ്യപ്പെടും പെട്ടെന്ന്. ദേഷ്യം വരും. ഇപ്പൊ ഇത് ഞാൻ ഭാര്യയോട് ദേഷ്യപ്പെടുന്നു എന്ന അർത്ഥത്തിലല്ലേ, മനസ്സിലായി. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരാം. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ചിലപ്പോൾ അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ചർച്ചകളിൽ പോലും ഇത്രയും വലിയ ദേഷ്യപ്പെടാത്ത ഒരാൾ, വോയിസ് റൈസ് ചെയ്യാത്ത ഒരാൾ. അങ്ങനല്ല, നമ്മൾ ചർച്ചയിലിരിക്കുക എന്ന് പറഞ്ഞാൽ യു ആർ ദെയർ വിത്ത് ആൻ ഇന്റന്റ്. ഇവിടുത്തെ ഇന്റന്റ് ഈസ് ടു ഡ്രൈവ് ഫ്രോം എ പോയിന്റ്. നിങ്ങളൊരു പോയിന്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ എസ് ജയശങ്കർ ഏറ്റവും നല്ല ഡിപ്ലോമാറ്റായിട്ട് പിന്നെ വിദേശത്ത് പോയി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭാര്യയുടെ ഡിപ്ലോമസി അല്ലല്ലോ പുള്ളി പറയാം. ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത് ദേഷ്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല കാരണത്താലായിരിക്കും. ചിലപ്പോൾ ദേഷ്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയോടൊന്നും ആയിരിക്കത്തില്ല. 2 തവണ കറണ്ട് പോകുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ദേഷ്യം വരിക. ഭാര്യയ്ക്ക് തിരിച്ച് ദേഷ്യപ്പെടാമല്ലോ. പിന്നെ അത് ഞാൻ പറഞ്ഞ ഭാര്യയോടല്ല ദേഷ്യപ്പെടണം. മനസ്സിലായി. ഭാര്യയോട് ദേഷ്യപ്പെടാം, മകളോട് ദേഷ്യപ്പെടാം, വീട്ടുകാരോട്. ഇപ്പൊ എനിക്ക് എൻ്റെ അച്ഛനോടോ അമ്മയോടോ ദേഷ്യപ്പെടുന്നതിനൊന്നും തന്നെ മടിയൊന്നുമില്ല. നമ്മളല്ലാതെ അങ്ങനത്തെ പിന്നെ ഈ പറഞ്ഞതുപോലെ ഇന്ന ഹൈറാർക്കി അങ്ങനെയൊന്നുമില്ല. നമ്മുടെ വീട്ടിലൊക്കെ തന്നെ വളരെ സൗഹൃദമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് തർക്കം ഉണ്ടാവും. ഇപ്പൊ എനിക്ക് അമ്മയായിട്ട് തർക്കം ഉണ്ടാവും, അച്ഛനുമായിട്ട് തർക്കം ഉണ്ടാവും. പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം, അങ്ങനെയാണ്. അത് അടിയല്ല. മീൻസ് നമുക്ക് ഒരു ഒപ്പീനിയൻ പറയാനുള്ള സ്വാതന്ത്ര്യം പണ്ട് മുതലേ തന്നെ നമ്മുടെ വീട്ടിലുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതിനെ ഒരു രീതിയാക്കി വളർത്തിക്കൊണ്ടുവരുന്നത്. അല്ലാതെ ഈ ഇന്ന കൺവെൻഷണൽ ഹൈറാർക്കി ഉണ്ട്. ചില പണ്ട് കാലത്തെ വീടുകളിലൊക്കെ നമ്മൾ ഈ ട്രഡീഷണൽ തറവാടുകൾ എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് കാണത്തില്ലേ, അച്ഛൻ വന്നാൽ ആ ഭാഗത്തേക്ക് ആരും വരില്ല, അച്ഛൻ മറ്റേ ഓൾ ഇൻ ഓൾ മക്കളെല്ലാം പെൺകുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പരിപാടിയേ ഇല്ല, അങ്ങനത്തെ ഒരു സാധനമില്ല. ആ കാര്യത്തിനൊക്കെ തന്നെ നമുക്ക് വലിയ സ്വാതന്ത്ര്യം പണ്ട് മുതലേ തന്നെ ഉള്ളതാണ്. അപ്പോൾ അതേ സ്വാതന്ത്ര്യം നമ്മൾ നമ്മുടെ വീട്ടിലും പിന്നെ അതേ സ്വാതന്ത്ര്യം വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്താ, എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള അഭിപ്രായം എന്ത് കാര്യത്തിന് പറയാനുണ്ട്, മോൾക്ക് അവളുടെ അഭിപ്രായം പറയാം. അല്ലെങ്കിൽ നമ്മൾ നീ കുഞ്ഞാണ്, നീ ഇത് പറയേണ്ട, വലിയ ഭാര്യ ഭർത്ത ആ പരിപാടിയൊന്നുമില്ല. അവൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ട് എന്ന രീതി തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ആവണം എന്നുള്ളതാണ്. അത് ഞാൻ കൊടുക്കുന്ന സ്വാതന്ത്ര്യമൊന്നുമല്ല, അവർക്കുള്ള സ്വാതന്ത്ര്യമാണ്. അവർക്കുള്ള സ്വാതന്ത്ര്യം അവർ എക്സസൈസ് ചെയ്യുന്നതിനെ ഞാൻ തടയാതിരിക്കുക എന്നുള്ളത് ഞാൻ കാണിക്കേണ്ട മര്യാദയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ തന്നോളം അയാൾ താനെന്ന് വിളിക്കുക എന്നൊക്കെ പറയുന്നത് തന്നോളം ആവുകയൊന്നും വേണ്ട. ഒരു ഒപ്പീനിയൻ വരുന്ന സാധനത്തിനെ അൺറെസ്ട്രിക്റ്റഡ് ആയിട്ട് വിടുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ മോൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങൾ 6 മാസം, മോൾക്ക് 6 മാസം ഉള്ളപ്പോഴാണ് ഞാൻ എൻ്റെ ഫ്ലാറ്റ് ഒക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ പുതിയ ഫ്ലാറ്റാണ്. അവളവിടെ കുത്തി വരയ്ക്കാനും എടുക്കാനും ഭിത്തിയിൽ വരയ്ക്കാനും ഒക്കെ ഞാനിങ്ങനെ തടയാനൊന്നും പോയില്ല, ചെയ്യട്ടെ എന്ന സംഭവമാണ്. അവളിപ്പോൾ ആരോടെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് പലരും പറയും നിങ്ങളുടെ വീട്ടിൽ വരുന്നില്ല, അവളുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. എൻ്റെ മോളിങ്ങനെ ചോദ്യം ചോദിക്കുന്നത്, ഞാനിപ്പോൾ നീ അത് ചോദിക്കണ്ട എന്നൊന്നും ഞാൻ പറയത്തില്ല. അവൾക്ക് ഇഷ്ടമുള്ള അവൾ ചോദിക്കട്ടെ, അങ്ങനെ ആ രീതിയേ ഉള്ളൂ. അത് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ഉണ്ടാവണം എന്നായിരിക്കും. കാരണം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ, നല്ല രീതിയിലുള്ള കുറച്ച് സോഷ്യൽ വാല്യൂസ്. അപ്പോൾ ആ സോഷ്യൽ വാല്യൂസിൽ ഏറ്റവും പ്രധാനമെന്ന് ഞാൻ കരുതുന്ന കാര്യം ഒരു കാര്യത്തിനെ ആർട്ടിക്കുലേറ്റ് ചെയ്യുക, യാതൊരു വിധത്തിലുള്ള മടിയുമില്ലാതെ സംസാരിക്കാനായിട്ട് പറ്റുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. എൻ്റെ മോള് ചെറിയ ക്ലാസ്സിലായിരുന്ന സമയത്ത് തന്നെ ഒരിക്കൽ അവരുടെ സ്കൂളിൽ ഓണത്തിന് അവരുടെ ഈ പൂക്കളമൊക്കെ ഇടുന്ന ഒരു സെലിബ്രേഷൻ ഡേ ഉണ്ടല്ലോ. പൂക്കളം ഇട്ടു, അത് പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ടീച്ചർ എന്തോ വന്നിട്ട് പറഞ്ഞു, ബോയ്സ് ഗോ പ്ലേ, ഗേൾസ് സ്റ്റേ ബാക്ക്, ഇത് ക്ലീൻ ചെയ്യുക എന്നൊക്കെ. അപ്പോൾ ഇവള് ചെന്നിട്ട് ചോദിച്ചു, എന്താ ടീച്ചർ ഗേൾസ് മാത്രം ക്ലീൻ ചെയ്യും, ബോയ്സ് ക്ലീൻ ചെയ്താൽ പറ്റൂല്ലോ? ടീച്ചർ ഓർത്തോ ശരിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ബോയ്സിനെ കൂടെ വിളിച്ചിട്ട് ഇത് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് വീട്ടിൽ വന്ന് പറഞ്ഞ സമയത്ത് ഞാനതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നല്ല കാര്യം. ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓപ്പണായിട്ട് ചിന്തിക്കുക, അവരുടെ ഒപ്പീനിയനെ നമ്മുടെ രീതിയിലേക്ക് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് വഴിവെട്ടേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും തെറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കറക്റ്റീവ് ഫോഴ്സ് ആയിട്ട് നിൽക്കുക എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ പിന്നെ അവർ നമ്മളായി പോകത്തില്ലേ. ഞാനായ പോലെ ഞാൻ അവളെ കൂടെ ആഗ്രഹിച്ചിട്ട് ഞാൻ വീണ്ടും ആവണ്ടല്ലോ.
അപ്പൊ അത് അടുത്ത തലമുറയാണ്, അങ്ങനെ പോട്ടെ എന്നുള്ളതാണ്. ശരി, ഒന്ന് ദേഷ്യം, രണ്ടാമത് ദേഷ്യം എന്ന് പറയുന്നത് ഒരു മോശം ക്വാളിറ്റി അല്ലേ ചോദിച്ചത്? ദേഷ്യം, രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യം, എനിക്കൊരു അടുക്കും ചിട്ടയൊന്നും ഇല്ലാത്ത ആളാണ്. അടുത്ത ചിട്ടയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. എന്തിന്റെ കാര്യത്തിൽ? അടുക്കും ചിട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ കുറെ സാധനങ്ങൾ ഞാൻ വെക്കുന്നുണ്ടെങ്കിൽ എന്റെ വൈഫിന് തീരെ ഇഷ്ടമല്ലാത്ത ക്വാളിറ്റിയാണ്. ഞാൻ അത് എവിടെയെങ്കിലും വെച്ചിരിക്കും. അതായത് ഇന്ന തലയാണയുടെ ഇന്ന സൈഡിലായിരിക്കും എന്റെ ഇന്ന സാധനം ഇരിക്കുന്നത്, അതെനിക്കറിയാം. പക്ഷെ വൈഫ് ഇതൊക്കെ എടുത്ത് അടുക്കിയത് വെക്കും. ഞാൻ പോയി തലയുടെ ഈ സൈഡിൽ നോക്കുന്ന സമയത്ത് അത് കാണുന്നില്ല, അതെവിടെ പോയി. അങ്ങനത്തെ സംഭവമുണ്ട്. എന്റെ ചാർജറുകൾ ഇവിടെയാണ് കിടക്കുന്നത്, എന്റെ ഹെഡ്സെറ്റ് ഇവിടെയാണ് കിടക്കുന്നത്, ഇതൊക്കെ എവിടെ ഇരിക്കുന്നതൊക്കെ എനിക്കറിയായിരിക്കും. പക്ഷെ വൈഫ് ഈ അലമ്പായിട്ട് കിടക്കാനൊന്നും സമ്മതിക്കത്തില്ല. അതൊക്കെ എടുത്ത് ഇങ്ങനെ കൃത്യമായിട്ട് അടിക്കുന്നു. അപ്പൊ അത് വൈഫ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഞാൻ ചെയ്യില്ല. എനിക്കത് ചെയ്യുന്നത് ഇഷ്ടമല്ല. ജീവിതത്തിൽ അടുക്കും ചിട്ടേ, ജീവിതത്തിൽ അടുക്കും ചിട്ടയുണ്ട്. മറ്റേതൊന്നും വലിയ നോർമലി അത്രയും മതി സമയം. ഒരു ദിവസം എത്ര മണിക്കൂർ ഉറങ്ങും? 5 hours. 5 hours. ഒരു മനുഷ്യന് 5 hours ഉറങ്ങിയാൽ മതി. 8 മണിക്കൂർ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ല, അങ്ങനെ ഉണ്ട്. പക്ഷേ ഇത് ഡിപ്പെൻസ്. മേ ബി നമ്മൾ ഇത് ചെയ്യുന്നു, ചർച്ചയ്ക്കിരിക്കുന്നു, പിന്നെ ഇത് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നു, ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ 5 മണിക്കൂർ ഉറക്കം മതി. 3 മണി വരെ ഉണർന്നിരിക്കും മിക്കവാറും. എന്ത് ചെയ്യും 3 മണി വരെ? 3 മണി വരെ എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ. അപ്പൊ ഭാര്യ ദേഷ്യപ്പെടാറില്ല? എന്തിനാണ് 3 മണി വരെ ലൈറ്റ് വൈഫ് ലൈറ്റ് ഇട്ടിരിക്കുമ്പോൾ? എല്ലാ വീട്ടിലുള്ള പ്രശ്നമാണ് ലൈറ്റ് ഇട്ടിരിക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടന്നുറങ്ങണം. 10 മണിക്ക് അങ്ങനെ കിടന്നുറങ്ങുന്ന ഫാമിലി ഒന്നും അല്ല നമ്മുടെ. വൈഫൊക്കെ ലേറ്റ് ആയിട്ടൊക്കെ തന്നെ കിടക്കുന്നത്. ഈ 3 മണി വരെ ഒന്നും ഇരിക്കണമെന്നില്ല, അത്രേ ഉള്ളൂ. പക്ഷേ പലപ്പോഴും വായിക്കുന്നത്, എഴുതുന്നത്, പരിപാടിയൊക്കെ ആ സമയത്തായിരിക്കാം. പിന്നെ അതല്ലെങ്കിൽ ചിലപ്പോൾ സിനിമയൊക്കെ കാണും. പിന്നെ പാട്ടൊക്കെ കേൾക്കും. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുന്ന അങ്ങനത്തെ പരിപാടികളൊക്കെ കൂടുതലും ആ ഒരു സമയത്തായിരിക്കും. ശരി, ലാസ്റ്റ് മോശം ക്വാളിറ്റി. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഒന്ന് അടുക്കും ചിട്ട ഇല്ലായ്മ, ഭാര്യക്ക് ഇഷ്ടമില്ലാത്ത ഒരു മോശം ക്വാളിറ്റി മടിയോ. ഞാൻ ഭയങ്കര മടിയനാണ്. ആൾക്കാരൊക്കെ വിചാരിക്കുന്നത് വെച്ചാൽ ഞാൻ ഭയങ്കര ടിപ് ടോപ്പ് ഒന്നുമല്ല. ഞാൻ സ്വതവേ ഭയങ്കര ഉഴപ്പനാണ്, ഭയങ്കര മടിയനാണ്. എന്നെ കൊണ്ടൊരു കാര്യം ചെയ്തെടുക്കുക എന്ന് പറയുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ എത്രത്തോളം ആത്മാർത്ഥമായിട്ടായിരിക്കും ഇതൊക്കെ ആലോചിച്ച് നോക്കിയാൽ മതി. നോർമലി ഞാൻ അത്യാവശ്യം നല്ല മടിയനാണ്. അപ്പോൾ എന്നെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത്തിരി പ്രയാസമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വീട്ടിലെ കാര്യമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാളെ 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 അങ്ങനെയൊക്കെ വെക്കുന്ന ആളാണ്. അങ്ങനെ ഒരു മടി, അതൊന്നും വൈഫിന് കണ്ടുകൂടാത്ത സംഭവം. വൈഫിന് മടിയൊന്നും പിടിക്കുന്നൊന്നും ഇഷ്ടമല്ല. അങ്ങനത്തെ കുറെ കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പറയാൻ വീണ്ടും കാണുമായിരിക്കും. പക്ഷേ ഒരു ടോപ്പ് 3 പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇതൊക്കെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.